വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്നെ വലതുവശത്തും കോലാടുകളെ തന്നെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്നെ വലത്ത് ഭാഗത്തുള്ളവരുടെ ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുമ്പ് മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും: കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതും എപ്പോൾ? രാജാവ് മറുപടി പറയും: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയ ഈ സഹോദരന്മാർ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും: ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും: കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എപ്പോൾ? മറുപടി പറയും: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള 6ാമത്തെ ഞായറാഴ്ച, ആരാധനാക്രമ വത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം വന്നിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ പുതിയ ആരാധന വത്സരം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാം അധ്യായത്തിലെ 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. അന്ത്യവിധി എന്ന ഹെഡിങ്ങിൽ നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ ഈ സുവിശേഷ ഭാഗം. ഈ സുവിശേഷ ഭാഗത്തിലൂടെ അനേക നിത്യസത്യങ്ങളാണ് കർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. മനുഷ്യനായി ജനിച്ച എല്ലാവരും, ജീവനുള്ള എല്ലാവരും മരിച്ചേ മതിയാകത്തുള്ളൂ. മരണത്തിനു വേണ്ടി ഒരുങ്ങുവാനും മരണത്തിനു വേണ്ടി തന്നെ സമർപ്പിക്കുവാനും എല്ലാ മനുഷ്യർക്കും ഒരു ബാധ്യതയുണ്ട്. മരണം പോലെ സത്യമായി സുനിശ്ചിതമായി ഒന്നും ഈ ലോകത്തിലില്ല. എന്നാൽ മരണം എപ്പോൾ വരും, എങ്ങനെ വരും, എവിടെ വെച്ച് വരും, ഇത് മാത്രമേ മനുഷ്യന് തിരിച്ചറിവില്ലാത്തതായിട്ടുള്ളൂ. മരണത്തിന് പ്രായവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരണത്തിന് പിടികൂടാം. ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ഏത് നിമിഷവും മരണം നമ്മെ പിടികൂടാം. അതുകൊണ്ട് മരണത്തിന് വേണ്ടി സജ്ജമായിരിക്കുവാൻ, ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. വചനത്തിൽ അതുകൊണ്ടാണ് കർത്താവ് ആവർത്തിച്ച് പറയും: ജാഗരൂകരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവിൻ. കള്ളൻ ഏത് യാമത്തിൽ വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കുക. മരണം എപ്പോൾ വരുമെന്നറിയാത്തത് കൊണ്ട് എപ്പോഴും മരണത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുവാൻ ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് സുറിയാനിക്കാർ പാടുന്നത്: ഇന്നലെയുള്ളവർ ഇനി വിടില്ല, ഇനി വരികില്ല, യാത്രക്കാരാ നിൻ മുൻപിൽ കബറിടമല്ലോ. ജീവിതത്തെ ഒരു യാത്രയോടാണ് വചനം ഉപമിക്കുന്നത്. നമ്മുടെ ഓരോ യാത്രയിലും ഓരോ സ്റ്റെപ്പും നാം വെക്കുന്നത് മരണത്തിലേക്കാണ്. നാം പത്രങ്ങളിലും TV-കളിലും ഒക്കെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അനേകം മനുഷ്യര് വളരെ അപ്രതീക്ഷിതമായി സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിൽ നിന്നും കടന്നു പോകുന്ന കാണാൻ സാധിക്കും. നടന്നു പോകുന്നവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു.
ഈ വാഹനത്തിൽ പോകുന്നവൻ വണ്ടി തട്ടി താഴെ വീണ് മരിക്കുന്നു. അതുപോലെ അനേക സന്ദർഭങ്ങൾ ആശുപത്രികളിലൊക്കെ കിടക്കുന്ന മനുഷ്യരിൽ എപ്പോഴാണ് മരണം നമ്മളെ പിടികൂടുന്നത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഒരു ശ്വാസത്തിന്റെ വില മാത്രമേ നമുക്കുള്ളൂ. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ അന്ത്യവിധി സമയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സത്യം ഇതാണ്: ഞാനും നിങ്ങളും മരിക്കും. മരണത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അനേക വിശുദ്ധരുടെ ചരിത്രങ്ങളുണ്ട്. അവർ മരണത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങിയതെന്ന് വ്യത്യസ്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചിലർ തങ്ങളുടെ കുഴിമാടങ്ങൾ തന്നെത്താൻ ഓരോ ദിവസവും കൈകൊണ്ട് കുഴിച്ച് മണ്ണ് മാറ്റി കുഴിമാടം ശുദ്ധമാക്കി മരണത്തിന് ഒരുങ്ങിയവരുണ്ട്. അതുപോലെ തന്നെ മരണം വരുമ്പോൾ സന്തോഷത്തോടുകൂടി ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ വെക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മരിച്ച അനേക വിശുദ്ധർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മരണത്തെ മുൻപിൽ കണ്ട് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ആ മരണത്തിന് സമർപ്പിച്ച അനേക മനുഷ്യർ നമുക്കുണ്ട്. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, മരണം എന്നൊരു കാര്യത്തെ പോലും ചിന്തിക്കാതെ ഈ ലോകത്തിൽ ജീവിച്ച അനേക മനുഷ്യരുണ്ട്. മരണം പെട്ടെന്ന് വരുമ്പോൾ വെപ്രാളപ്പെട്ട് ഭയപ്പെട്ട് എല്ലാം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയ മക്കളെ, ദൈവം തരുന്ന ആയുസ് ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാനുള്ളതാണ് എന്ന ബോധ്യം നമുക്ക് കൊണ്ടുപോകണം. നാം മണ്ണിൽ നിന്നെടുത്തവരാണ്. മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക് തിരിച്ചു പോകുമ്പോൾ ദൈവം തന്ന ജീവാത്മാവ് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകും. ഈ ഒരു ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ ആത്മാവിനെ ദൈവങ്ങൾ തിരിച്ചു കൊടുക്കുവാനുള്ള ഒരുക്കത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് പ്രതിജ്ഞ എടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മരണസമയത്ത് നമുക്കൊരു തനത് വിധിയുണ്ട്. എല്ലാ മനുഷ്യർക്കും മരണസമയത്ത് ദൈവം ഒരു സമയം അനുവദിച്ചു കൊടുക്കും, ഒരു തീരുമാനം എടുക്കുവാൻ, ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈം. തന്നെത്താൻ ഒരു തീരുമാനമെടുക്കണം. സാധാരണ പറയാറുണ്ട്, ഒരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുവോ അങ്ങോട്ട് വീഴും. നാം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തെ ആരാധിച്ച് ജീവിക്കുകയാണെങ്കിൽ, ലോകത്തിൽ മാറി ദൈവത്തിന് മക്കളായി ജീവിക്കുകയാണെങ്കിൽ, മരണം വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ ദൈവങ്ങളിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് ഒരു പ്രയാസവും തോന്നത്തില്ല. എന്നാൽ നമ്മൾ ലോകത്തിന് മനുഷ്യരായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലെ താല്പര്യങ്ങളിൽ ഒക്കെ മുഴുകി ജീവിക്കുകയാണെങ്കിൽ, മരണം വരുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തെ ഏറ്റുപറയുവാനായിട്ട് വലിയ പ്രയാസം വരും. നാം ലോകത്തെ ഏറ്റുപറയുവാനും ലോകത്തിന് മനുഷ്യരായി തീരുവാനായിട്ട് സാധിക്കും. അതാണ് തനത് വിധി എന്ന് പറയുന്നത്. മനുഷ്യന്റെ അന്ത്യസമയം അടുക്കുമ്പോൾ അവന്റെ ജീവിതം മുഴുവനും ഒരു സിനിമയിൽ എന്ന പോലെ അവന് കാണപ്പെടും. അവൻ എന്നിട്ട് തീരുമാനമെടുക്കണം, ഒന്നുകിൽ an ഓപ്ഷൻ ഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ എഗൻസ്റ്റ് ക്രൈസ്റ്റ്. കർത്താവിന് അനുകൂലമായിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ കർത്താവിന് വിരുദ്ധമായിട്ടൊരു തീരുമാനം അവൻ തന്നെ അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയാണ്. ശരിക്കും തനത് വിധിയിലൂടെയാണ് നാം ഒന്നുകിൽ ദൈവത്തിൻ്റെതാകുന്നതോ അല്ലെങ്കിൽ പിശാചിൻ്റെതായി മാറുന്നതോ ചെയ്യുന്നത്. നമുക്ക് കർത്താവിന്റെ കുരിശിന്റെ എടുത്തും വലത്തുള്ള രണ്ട് കള്ളന്മാരെ അറിയാം. രണ്ടുപേരും യേശുവിനെ കണ്ടവരാണ്, രണ്ടുപേരും യേശുവിനെ കേട്ടവരാണ്, രണ്ടുപേരും യേശുവിനോട് സംസാരിച്ചവരാണ്. പക്ഷേ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരുന്നു, രണ്ടുപേരുടെയും മനോഭാവങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഈ ലോകത്തിലുള്ള അനേക കോടി മനുഷ്യരുടെ രണ്ട് വിഭാവനകളാണ്, അല്ലെങ്കിൽ രണ്ട് മനോഭാവങ്ങളാണ്. ഒരാൾ ദൈവത്തെ അറിഞ്ഞു, ആ ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ ഏറ്റുപറയുവാനായിട്ട് അവന് സാധിച്ചു. മറ്റവൻ ദൈവത്തെ കണ്ടു, ദൈവത്തെ കേട്ടെങ്കിലും ആ ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്നെ തന്നെ രക്ഷിക്കുക, എന്നെ കൂടി രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയുന്ന രണ്ടാമനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഒന്നാമനോട് കർത്താവ് പറയും, ഇന്ന് നീ എന്നോട് കൂടി പർദീസായിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്കൊരു ഓപ്ഷൻ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ അവസരം കിട്ടുമ്പോൾ നാം യേശുവിനെ ഏറ്റുപറഞ്ഞാൽ യേശു നമ്മയും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത് നമ്മളെ പഠിപ്പിക്കുന്ന ഈ പാഠം എന്ന് പറയുന്നത്, ഈ മരണത്തിന് ശേഷം, തനത് വിധിക്ക് ശേഷം നമ്മുടെ മുമ്പിൽ രണ്ട് സത്യങ്ങളുണ്ട്. ഒന്ന് സ്വർഗം, ഒന്ന് നരകം. ഇത് രണ്ട് സത്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിലും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ലോകത്തിലേക്ക് എഴുന്നള്ളി വരും. അവൻ ആദ്യം വന്നത് മനുഷ്യ രക്ഷകനായിട്ടാണ്. അവൻ ദാരിദ്ര്യത്തിൽ ജനിച്ചു, ദാരിദ്ര്യത്തിൽ ജീവിച്ചു, കാൽവരിയിൽ മരിച്ചു. എല്ലാവർക്കും വീണ്ടെടുപ്പ് കൊടുക്കുക, രക്ഷ കൊടുക്കുക, അതായിരുന്നു യേശുവിന്റെ പരമമായ ലക്ഷ്യം. അവന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നില്ല. ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 3:16 പറയുന്നത്. എല്ലാവരെയും ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിന്റെ പരമമായ ലക്ഷ്യം. എന്നാൽ അവൻ മരിച്ചു,
അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുന്നത് വാനമേഘങ്ങളിൽ സർവ്വമഹത്വങ്ങളോടുകൂടി അവൻ വരുന്നത്. അവൻ വിധിയാളനായിട്ടാണ് വരുന്നത്, രക്ഷകനായിട്ടല്ല. അവൻ ന്യായത്തോടെ ലോകത്തെ വിധിക്കും. അവൻ വന്നെന്താ ചെയ്യുന്നത്? എല്ലാ മനുഷ്യരെയും തൻ്റെ അടുക്കലേക്ക് വിളിച്ചു കൂട്ടും. എന്നിട്ട് അവൻ ഒരേ ഒരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ. നന്മ ചെയ്തവരെ വലതുവശത്തേക്കും തിന്മപ്പെട്ടവരെ ഇടതുവശത്തേക്കും അവൻ മാറ്റി നിർത്തും. നമ്മൾ ഓർക്കണം പ്രിയ സഹോദരങ്ങളെയും, ഇത് അവസാന വിധിയാണ്. തനത് വിധി കഴിഞ്ഞ് മനുഷ്യൻ യേശുവിനെ ഏറ്റുപറഞ്ഞെങ്കിൽ അവരെല്ലാം ഈ നന്മപ്പെട്ടവരുടെ വശത്തേക്ക് നിൽക്കുന്നവരാണ്. അവർക്കൊക്കെ രക്ഷയ്ക്കൊരു സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും രക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ദൈവത്തെ ഉപേക്ഷിക്കുന്നവര് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയപ്പെടും. അവർ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയപ്പെട്ടാലും അന്ത്യവിധി സമയത്ത് എല്ലാവരും വീണ്ടും കർത്താവിന്റെ അടുക്കിലേക്ക് എഴുന്നള്ളി വരും. എന്നിട്ട് അവൻ വാനമേഖലയിൽ നിന്ന് വരുന്ന മഹോന്നതനായ ദൈവം തന്റെ അന്ത്യവിധി അർപ്പിക്കും. അവൻ അന്ത്യവിധി സമയത്ത് തന്റെ വലതുവശത്തും ഇടത്തുവശത്തുള്ളവരെ വിധിക്കുന്നതാണ് സുവിശേഷം കാണുന്നത്. എന്നാൽ ഈ തനത് വിധിയുടെ സമയത്ത് തന്നെ നാം ദൈവത്തെ ഏറ്റുപറയുകയാണെങ്കിൽ നാം പൂർണ്ണമായും ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ഈ നോക്കിനെ പോലെ, എലിയാവിനെ പോലെ, നല്ല കള്ളനെ പോലെ ഒക്കെ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്താൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നാം നിത്യനരകത്തിലേക്ക് തള്ളിക്കളയപ്പെടും. എന്നാൽ അനേകായിരങ്ങളുണ്ട് യേശുവിനെ അറിഞ്ഞവര്, യേശുവിനെ വിശ്വസിച്ചവര്, ചെറിയ ചെറിയ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ ഇരിക്കുന്ന പാപങ്ങളെ കടങ്ങളൊക്കെ ഉള്ളവര്. അവരുടെ അവസ്ഥ എന്താണ്? അവരെ കുറിച്ചാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അവർ ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയക്കപ്പെടും, ശുദ്ധിയാക്കപ്പെടണം. സ്വർണം മൂശയിലിട്ട് അഗ്നിയിലിട്ട് ഉരുക്കി അതിൻ്റെ എല്ലാ ചെമ്പും കരിച്ചു കളഞ്ഞ് ആ സ്വർണം പൂർണ്ണമായും ശുദ്ധമാക്കുന്നത് പോലെ മനുഷ്യൻ പൂർണ്ണ ശുദ്ധനാക്കി തീരണം. അതിന് ശുദ്ധീകരണ സ്ഥലമാണ്. പക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുവൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ തിന്മകൾക്കോ പാപങ്ങൾക്കോ പരിഹാരം ചെയ്യാൻ സാധിക്കത്തില്ല. കടങ്ങളോ പാപങ്ങളോ ക്ഷമിക്കപ്പെടത്തില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം ഓർക്കണം, മരിച്ചവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. സഭ നിർബന്ധമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് 7 യാമങ്ങളുണ്ട്, 7 യാമത്തിലെ പ്രാർത്ഥനയുണ്ട്. എല്ലാ യാമത്തിലെ പ്രാർത്ഥനയിലും സഭ മരിച്ചവരെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഏറ്റവും വലിയ ആരാധന, നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അനേക സന്ദർഭങ്ങളിൽ നാം നമ്മുടെ മരിച്ചവരെ ഓർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് അങ്ങനെയാണ്: കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ അരുളണമേ നല്ലോർമ്മ. മരിച്ചവരെ ഓർത്താണ് വിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നാം തുബ്ദന്റെ അവസാനത്തെ മരിച്ചവരെ ഓർത്ത് 2 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ സാധിക്കും. അവസാന ആശീർവാദത്തിനു മുമ്പായിട്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ. അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരെ, നമ്മുടെ പിതാക്കന്മാരെ വിശുദ്ധ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി അനേക സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനയാണ്, ഒരു പ്രാർത്ഥനയാണ്. 7 യാമങ്ങളിലും മരിച്ചവരെ നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലേക്ക് പോയവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല. കാരണം അവർ സ്വർഗത്തിലാണ്. അവിടെ പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെടാനില്ല, കടങ്ങളൊന്നും ക്ഷമിക്കപ്പെടാനില്ല. നരകത്തിലേക്ക് പോയവർക്ക് നമ്മുടെ പ്രാർത്ഥനയോട് ഒരു പ്രയോജനവുമില്ല. കാരണം അവർ നരകത്തിലുള്ള ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. അവരെ നമുക്ക് വിശുദ്ധീകരിക്കുവാനോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനോ സാധിക്കത്തില്ല. എന്നാൽ ശുദ്ധീകരണ ആത്മാക്കള് സ്വർഗത്തെ മാത്രം നോക്കിയിരിക്കുന്നവരാണ്. അവിടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണം, പാപങ്ങൾ ക്ഷമിക്കപ്പെടണം, അവരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും കുറ്റങ്ങളും ക്ഷമിക്കപ്പെടണം. അവർക്കായിട്ട് പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഇതിലെല്ലാം പരിഹാരം ചെയ്യാൻ സാധിക്കും. ചെറുതും വലുതുമായ നമ്മുടെ പരിഹാര പ്രവർത്തികൾ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, നമ്മുടെ യാമ പ്രാർത്ഥനകൾ, നമ്മുടെ വിശുദ്ധ കുർബാന, അതാണ് ഏറ്റവും വലിയ പരിഹാര പ്രവൃത്തി. വിശുദ്ധ മരിച്ചവരെ ഓർത്ത് നാം ബലിയർപ്പിക്കുമെങ്കിൽ കർത്താവിന് മുമ്പിൽ സ്വീകാര്യമാണ്. ചിലപ്പോൾ ഒറ്റ കുർബാന കൊണ്ട് അനേകർ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഇടവരും. നമ്മൾ തിരിച്ചറിയണം, അന്ത്യവിധി സമയത്ത് കർത്താവ് എഴുന്നള്ളി വരും. അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൂട്ടും. നരകത്തിലുള്ളവർ ഇടതുവശത്താണ്, ഈ ശുദ്ധീകരണ ആത്മാക്കളെല്ലാം തമ്പുരാന്റെ വലതുവശത്തേക്ക് വരും. എന്നാൽ ഈ അന്ത്യവിധിക്ക് കർത്താവ് തരുന്ന മാനദണ്ഡങ്ങൾ 6 മാനദണ്ഡങ്ങളാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവൻ നീ ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ അന്ത്യവിധി സമയത്ത് നമ്മളെ ദൈവം വിധിക്കുന്നത് നാം എത്ര പ്രാർത്ഥന നടത്തി,
നാം ഇത്ര ജപമാല ചൊല്ലി എന്നുള്ള ഓർത്തൊന്നുമല്ല, ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. യാക്കോബ് ശ്ലീഹ പറയും, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും ഒരുപാട് ആത്മീയ കാര്യങ്ങൾ ചെയ്യും. നാം പ്രാർത്ഥിക്കും, നാം കുമ്പസാരിക്കും, നാം കുർബാന സ്വീകരിക്കും, നാം നൊയമ്പ് നോക്കും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ, ഈ വിശ്വാസത്തെ, ഈ വിശുദ്ധ ജീവിതത്തെ നാം യാഥാർത്ഥ്യമാക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. പ്രവൃത്തികൾ എന്ന് പറയുന്നത് പുണ്യപ്രവർത്തികളാണ്. അത് കർത്താവ് പറയുന്നത് ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ചെയ്തപ്പോഴാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, രോഗിക്ക് മരുന്ന് കൊടുക്കുക. ഈ സൗകര്യങ്ങളിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഈ ലോകത്തിൽ അനേകം മനുഷ്യര് പട്ടിണി കിടക്കുന്നവരുണ്ട്, അനേകം മനുഷ്യര് കഷ്ടപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അങ്ങനെ രോഗികളായിരിക്കുന്നവരുണ്ട്, മരുന്നിനും മന്ത്രത്തിനും യാതൊന്നിനും വിലയില്ലാത്ത വഴിയില്ലാത്തവരുണ്ട്. പലപ്പോഴും ഇവരെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ വീടുകൾ വിശാലമായൊരവസ്ഥയിലായിരുന്നു, കൂട്ടുകുടുംബങ്ങൾ പോലെയായിരുന്നു. എല്ലാവർക്കും എല്ലാവരുടെ ബന്ധമുണ്ടായിരുന്നു, എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹമുണ്ടായിരുന്നു. അയൽവക്കക്കാർക്കൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുവാൻ, നമുക്ക് അയൽവക്കങ്ങളിലേക്കൊക്കെ കയറി പോകുവാൻ, പരസ്പരം ഒരു അംഗീകാരത്തോടെ, സ്നേഹത്തോടെ, ധാരണയോടെ ഒക്കെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, നമ്മൾ കൊച്ചു കുടുംബങ്ങൾ, അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടേതായ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, ചുറ്റോട് ചുറ്റും മതിൽ കെട്ടി, ഗേറ്റ് ഇട്ടു, പൂട്ടി. ആരുമായി നമുക്ക് ബന്ധമില്ല. അയൽവക്കത്ത് താമസിക്കുന്ന ആരാണ്? അവന്റെ അവസ്ഥ എന്താണ്? അവന് പട്ടിണിയാണോ, പരിവട്ടമാണോ, അവൻ ദുഃഖിതനാണോ, അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്തിനാ? കൂടപ്പിറപ്പുകളുടെ കാര്യങ്ങൾ പോലും നമ്മൾ അന്വേഷിക്കാറില്ല. കൂടപ്പിറന്ന സഹോദരനോ സഹോദരിയോ പട്ടിണിയാണെങ്കിൽ അവരെ ഒന്ന് കരുതുവാൻ, അവരെ ഒന്ന് സഹായിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കത്തില്ല. എന്തിനാ? മാതാപിതാക്കൾക്ക് പോലും ആവശ്യമുള്ള കരുതൽ കൊടുക്കുവാൻ, പരിഗണന കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, കർത്താവ് കർശനമായി പറയുകയാണ്, നിങ്ങൾ എനിക്ക് തന്നു, ഭക്ഷണം തന്നു, വെള്ളം തന്നു, അതുകൊണ്ട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും. രണ്ടാമത് കർത്താവ് പറയും, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, ഞാൻ ദാഹിച്ച് നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. നിഷേധിച്ചു. അപ്പനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, അവരെ സഹായിക്കാതിരുന്നാൽ, രോഗികളായിരിക്കുന്നവരെ ശുശ്രൂഷിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ശപിക്കപ്പെട്ടവരെയും എന്നാണ് കർത്താവ് വിളിക്കുന്നത്. തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഈ ദൈവിക സത്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വിധിയെക്കുറിച്ച് നമുക്ക് ഓർക്കാം, സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം, നരകത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം, ശുദ്ധീകരണ സ്ഥലങ്ങളെ കുറിച്ച് ഓർക്കാം. നമുക്ക് ദൈവസന്നിധാനം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വലതുവശത്ത് നിൽക്കുവാനും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന് കേൾക്കുവാനും, അങ്ങനെ നിത്യ സൗഭാഗ്യത്തിൽ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, കാതുകൾ പെട്ടിട്ടില്ലാത്ത, മനുഷ്യ സങ്കല്പം എത്തിച്ചേർന്നില്ലാത്ത നിത്യ സൗഭാഗ്യത്തിൽ ദൈവത്തോടൊത്ത് ഒളിമങ്ങാത്ത മഹത്വത്തിന് കിരീടം ധരിച്ച് ജീവിക്കുവാൻ സൗഭാഗ്യം തന്നെ വിശുദ്ധരോടുകൂടി പങ്കുപറ്റുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഗൗരവത്തോടെ ജീവിക്കുവാനും ഉത്തമരായ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനും യേശു ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും എല്ലാ കൃപയാനുഗ്രഹവും എനിക്കും നിങ്ങൾക്കും ലഭിക്കട്ടെ. ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ മാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമീൻ.